ഹിസ് മൈൻഡ് പാർട്ട് 11. കുറച്ചുനേരം ഒന്നും മിണ്ടാതെ സാറയെ നോക്കി നിന്ന ആദി പിന്നീട് അവൾക്കരികിൽ ചെന്നിരുന്നു. ഏഞ്ചൽ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്റെ ഭർത്താവാണ്, നീ എൻ്റെ ഭാര്യയും. ദേ, അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്നോണം അവൻ അതും പറഞ്ഞുകൊണ്ട് സാറയുടെ കഴുത്തിൽ കിടന്ന താലി എടുത്ത് അവളെ കാണിച്ചു. അപ്പോൾ ഒരു നിമിഷം അവനെയും താലിയെയും മാറി മാറി നോക്കി അവൾ തലയിൽ കൈ അമർത്തിക്കൊണ്ടിരുന്നു. എനിക്കൊന്നും ഓർക്കാനാവുന്നില്ല, തലയാകെ വേദനിക്കുവാണല്ലോ കർത്താവേ. ഇടറിക്കൊണ്ടുള്ള സാറയുടെ സ്വരം കേട്ടപ്പോൾ ആദി വേഗം തന്നെ ടേബിളിലിരിക്കുന്ന വെള്ളവും മരുന്നും എടുത്ത് അവൾക്ക് കൊടുത്തു. ഇതാ, വേദന വരുമ്പോൾ കഴിക്കാനുള്ള മരുന്നാണിത് ഏഞ്ചൽ. ആദ്യം അത് പറഞ്ഞപ്പോൾ തന്നെ സാറ അവൻ്റെ കയ്യിൽ നിന്നും ആ മരുന്ന് വാങ്ങി കഴിച്ചിരുന്നു. അപ്പോഴേക്കും ദേവിയും രമയുമൊക്കെ അവിടേക്ക് വന്നിരുന്നു. എഴുന്നേറ്റിരിക്കുന്ന സാറയെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. എങ്കിലും അവൾക്കൊന്നും ഓർമ്മയില്ല എന്ന കാര്യം മനസ്സിൽ വന്നപ്പോൾ അവർ അവളെ വേദനയോടെ നോക്കി. മോളെ സാറ. ദേവി അവൾക്കരികിൽ ചെന്നിരുന്ന് വിളിച്ചപ്പോൾ ദേവിയെ ഒന്ന് നോക്കിയ ശേഷം സാറ ചോദ്യഭാവത്തിൽ ആദിയെ നോക്കി. ഇതെൻ്റെ അമ്മയാണ്, ഊർമിള ദേവി. അത് രമാൻറ്റി. ആദ്യം തന്നെ അവൾക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അവൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. അമ്മേ, പോയ കാര്യം എന്തായി? കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആദി ചോദിച്ചു. എല്ലാം ഓക്കെയാണ് മോനെ, എന്നാൽ ഇറങ്ങിയാലോ? ദേവി അത് പറഞ്ഞപ്പോൾ ആദി അവരെ നോക്കിക്കൊണ്ട് ഒന്ന് തലയാട്ടി. പിന്നെ അധികം താമസിക്കാതെ തന്നെ ദേവിയും രമയും മരുന്നും മറ്റുമൊക്കെ എടുത്തപ്പോൾ ആദി സാറയെ ഇരു കൈയാൽ കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. അപ്പോൾ ഒരു എതിർപ്പും കൂടാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ പതുങ്ങി ചേർന്നിരുന്നു. എന്നോട് ക്ഷമിക്കിച്ചായ, എൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നത് വരെ എനിക്ക് ഈ ഒരു ഡ്രാമ കളിച്ചേ മതിയാകൂ. അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് അവൾ നിശബ്ദമായി മൊഴിഞ്ഞു. അങ്ങനെ ദേവിയുടെയും രമയുടെയും കൂടെ പിറകിലെ സീറ്റിൽ സാറയെ ഇരുത്തിയ ശേഷം ആദ്യം അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് വേഗം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് വണ്ടിയെടുത്തു. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഒടുവിൽ ആദിയുടെ കാർ നീലേശ്വരം വീട്ടിലേക്ക് കയറി. അപ്പോൾ അവൻ്റെ കാറിൻ്റെ സൗണ്ട് കേട്ടതും മഞ്ജിമ വേഗം പോയി അവളുടെ മുറിയുടെ വാതിൽ തുറന്നു വെച്ച ശേഷം ബെഡിൽ പോയി ഉറങ്ങിയ പോലെ കിടന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയ ശേഷം ആദി വേഗം തന്നെ ഡോർ തുറന്ന് സാറയെ കയ്യിലെടുത്തുകൊണ്ട് ആരെയും നോക്കാതെ മുകളിലെ അവൻ്റെ മുറിയിലേക്ക് പോയി. മഞ്ജിമ കിടന്ന മുറിക്ക് മുന്നിലൂടെ സാറയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആദി പോകുന്നത് കണ്ട മഞ്ജിമ കലിയോടെ ബെഡിൽ മുറുകെ പിടിച്ചു. ഏഞ്ചൽ, നീ കുറച്ചു നേരം വിശ്രമിച്ചോ, ഞാൻ താഴെ ചെന്ന് നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ബെഡിൽ സാറയെ കിടത്തി അവളുടെ കവിളിൽ പതിയെ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ ഒന്ന് തലയാട്ടിക്കൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്നു. എന്നാൽ മുറി വിട്ടിറങ്ങാൻ തുടങ്ങിയ ആദി പെടുന്നനെ എന്തോ ഓർത്ത പോലെ തിരിഞ്ഞ് ഷെൽഫിനരികിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന കുഞ്ഞു ചെപ്പ് കയ്യിലെടുത്തുകൊണ്ടവൻ അതിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്തുകൊണ്ടവൻ അവളുടെ നെറുകയിൽ ചാർത്തി. അപ്പോൾ ആ നിമിഷം അവൻ്റെ സ്പർശനം അറിഞ്ഞ പോലെ അവൾ പതിയെ മിഴികൾ തുറന്നുകൊണ്ട് അവനെ നോക്കി. ഇതെൻ്റെ മാത്രം അവകാശമാണ്, എന്നും ഇവിടെ ചുവന്നു നിൽക്കുന്നത് കാണാനാണ് എൻ്റെ ആഗ്രഹം. ആദ്യം അതും പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ച ശേഷം മുറി വിട്ടിറങ്ങിപ്പോയി. അവനത് പറഞ്ഞ ശേഷം മുറി വിട്ടിറങ്ങി പോകുന്നത് നിറഞ്ഞ കണ്ണുകളോടെ സാറ നോക്കിക്കിടന്നു. ഇതേസമയം ആദ്യ മുറിയിൽ നിന്ന് പോയി എന്ന് കണ്ട മഞ്ജിമ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ സാറയുടെ അടുത്തേക്ക് നടന്നു. കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്ന സാറയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ടവൾ അകത്തേക്ക് കയറി. നീ ചത്തില്ല അല്ലേ? പുച്ഛത്തോടെയുള്ള മഞ്ജിമയുടെ വാക്കുകൾ കേട്ടപ്പോൾ സാറ കണ്ണു തുറന്നുകൊണ്ട് അവളെ നോക്കി. ശേഷം പതിയെ എഴുന്നേറ്റിരുന്നു. അങ്ങനെ എനിക്കെൻ്റെ ഇച്ഛാനെ ഒറ്റക്കാക്കി പോകാനാവുമോ മഞ്ജിമ? ഒട്ടും കൂസാതെയുള്ള സാറയുടെ വാക്കുകൾ കേട്ടപ്പോൾ മഞ്ജിമ ഞെട്ടലോടെ അവളെ നോക്കി. നിന്റെ ഓർമ്മ പോയി? അതൊക്കെ എൻ്റെ ഡ്രാമ മാത്രമായിരുന്നു, അതറിഞ്ഞുകൊണ്ടുള്ള വരവായിരുന്നു അല്ലേ? പാവം. മഞ്ജിമ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ സാറ അത് പറഞ്ഞപ്പോൾ അവൾ ദേഷ്യത്തിൽ സാറയെ നോക്കി. ഓഹോ, അങ്ങനെയാണോ കാര്യങ്ങൾ? എൻ്റെ മുന്നിൽ പൂച്ചയെപ്പോലെ വിറച്ച് എന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ അനുസരിക്കുന്നവളായിരുന്നല്ലോ നീ. ആ നിനക്ക് ഇത്ര വേഗം മാറ്റമോ? എന്താ, ആദ്യം എന്നും കൂടെ കാണുമെന്ന ഓർമ്മ കൊണ്ടാണോ? ഓർമ്മ അല്ല മഞ്ജിമ, ആദ്യം എന്നും എന്തിനും ഏതിനും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന അഹങ്കാരമാണ് എനിക്ക്. അതാണ് എൻ്റെ ധൈര്യവും. മഞ്ജിമ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ സാറയുടെ വാക്കുകൾ അവിടമാകെ ഉയർന്നു കേട്ടു. അവളുടെ വാക്കുകൾ ഓരോന്നും മഞ്ജിമയിലെ അവളോടുള്ള ദേഷ്യം ആളിക്കത്തിക്കുന്നുണ്ടായിരുന്നു. നോക്ക് സാറ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. ആദി, അവൻ എൻ്റെ ജീവനാ. എനിക്കവനെ ഒരുപാട് ഇഷ്ടമാണ്. നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അവൻ എനിക്ക് ആരാണെന്നും എന്താണെന്നും. എന്നിട്ടും ഇപ്പോൾ ആദിയുടെ കൂടെ നിൽക്കാൻ നിനക്ക് നാണം തോന്നുന്നില്ലേ? അത് പറയുമ്പോൾ മഞ്ജിമയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഓഹോ, അങ്ങനെയാണോ? അന്ന് നിങ്ങൾ എന്താ പറഞ്ഞത്? 2 വർഷമായി നിങ്ങൾ പ്രണയത്തിലായിരുന്നു എന്നല്ലേ? പക്ഷേ ഞാനിവിടെ വന്ന ആ രാത്രി തന്നെ ഇച്ചാൻ എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇച്ചാന് നിങ്ങളോട് ഫ്രണ്ട് എന്നതിലുപരി വേറൊരു ഇഷ്ടവുമില്ല എന്ന്.
സാറ അത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ മഞ്ജിമ ഞെട്ടലോടെ അവളെ നോക്കി. ശരിയാണ്, ഇത്രയും കാലം പിറകെ നടന്നിട്ടും അവനിൽ നിന്നും ഇഷ്ടമാണ് എന്നൊരു വാക്ക് ഇതുവരെ താൻ കേട്ടിട്ടില്ല. നീ എനിക്ക് നല്ലൊരു ഫ്രണ്ട് മാത്രമാണെന്ന് ആദ്യം എപ്പോഴും പറയാറുണ്ടെങ്കിലും വേറെ ആരോടെങ്കിലും നമ്മൾ ലവേഴ്സ് ആണെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ അവൻ ദേഷ്യപ്പെടുമെങ്കിലും പോകെ പോകെ അവന് തന്നെ മനസ്സിലായി കാണും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് അന്ന് സാറയോട് പോലും ധൈര്യത്തിൽ അവൻ എൻ്റേതാണെന്ന് പറഞ്ഞത്. പക്ഷേ ആദ്യം അധികവും പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, അവൻ സ്വപ്നങ്ങളിൽ മാത്രം കാണുന്ന ഒരു പെണ്ണിനെ പറ്റി. ആദ്യം അത് വെറും തോന്നലാണെന്ന് പറഞ്ഞ് അവനും ഒഴിവാക്കിയെങ്കിലും പോകെ പോകെ ദിനവും സ്വപ്നങ്ങളിൽ അവൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്ന് പറയുന്നവനെ കുശുമ്പോടെയായിരുന്നു താൻ നോക്കിക്കണ്ടത്. ഇപ്പോൾ സാറയോട് അവൻ സത്യം വരെ തുറന്നു പറയണമെങ്കിൽ ഇവർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അത്രമേൽ അടുത്തിട്ടുണ്ടാകുമോ? ഓരോന്നോർക്കും തോറും മഞ്ജുവിന് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അവൻ വെറുതെ പറയുന്നതാണ്. ആദ്യം എൻ്റെ മാത്രമാണ്, അവനെ നിനക്കെന്നല്ല ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. മഞ്ജിമ കിതച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തുമ്പോഴും ഭാവഭേദങ്ങളൊന്നുമില്ലാതെ അവളെ നോക്കിയിരിക്കുകയായിരുന്നു സാറ. വെറുതെ ഒരു വഴക്കുണ്ടാക്കാൻ വരണ്ട മഞ്ജിമ. അറിയാലോ ആദിയെ, എല്ലാം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഞ്ജിമ എല്ലാവർക്കും ഒരു ഓർമ്മയായി മാറും. പിന്നെ ഇതും കൂടി കേട്ടോ, ആദിയെ ഒരിക്കലും ഞാൻ നിനക്ക് വിട്ടുതരാനും പോണില്ല. സാറയും കത്തുന്ന കണ്ണുകളോടെ അവളെ നോക്കി പറഞ്ഞു. ഓഹോ, അപ്പോൾ നിനക്ക് അവൻ്റെ ജീവിതത്തിൽ നിന്നും പോകാൻ കഴിയില്ല അല്ലേ? ഓക്കെ, നിന്നെ അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ എനിക്കറിയാം. ഞാൻ ഇപ്പോൾ തന്നെ ജേക്കബിനെ വിളിച്ച് നീ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ പോകുക. അയാൾ വന്നാൽ എന്താ സംഭവിക്കുക എന്ന് നിനക്ക് നന്നായി അറിയാലോ അല്ലേ? ക്രൂരമായ ചിരിയോടെ മഞ്ജു പറഞ്ഞു നിർത്തിയപ്പോൾ സാറയുടെ ധൈര്യമൊക്കെ പോണതുപോലെ അവൾക്ക് തോന്നി. ജേക്കബ് എന്ന പേര് പോലും അവളിൽ വല്ലാത്തൊരു പേടിയും വിറയലും സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അവളിലെ പെട്ടെന്നുണ്ടായ ആ മാറ്റവും ഭയവും ഒക്കെ കണ്ട് വല്ലാത്തൊരു ഭാവത്തോടെ മഞ്ജു ജേക്കബ് എന്നെഴുതിയ നമ്പറിലേക്ക് കോൾ ചെയ്തു. മഞ്ജിമ പ്ലീസ്, നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിന് അയാളെ എന്തിനാ ഇടയിൽ കൊണ്ടിടുന്നത്? അയാളെ വിളിക്കരുത്. സാറ അതും പറഞ്ഞ് ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും വേദനയുള്ള കാൽ നിലത്ത് വെച്ച് അവൾക്ക് എഴുന്നേൽക്കാൻ ആവുന്നില്ലായിരുന്നു. എങ്കിലും അവൾ എങ്ങനെയൊക്കെ എഴുന്നേറ്റുകൊണ്ട് മഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങാൻ ശ്രമിച്ചപ്പോഴേക്കും മഞ്ജിമ സാറയെ പിടിച്ചു തള്ളിയിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് സാറ ബെഡിലേക്കാണ് വീണതെങ്കിലും അവൾക്ക് മുറിവ് പറ്റിയ ഭാഗത്ത് നിന്നൊക്കെ നല്ല വേദന വരുന്നുണ്ടായിരുന്നു. ഠേ! എന്നാൽ ആ നിമിഷം തന്നെ ഉച്ചത്തിലുള്ള ശബ്ദം ആ റൂമിലാകെ അലടിച്ചപ്പോൾ എങ്ങനെയൊക്കെയോ ബെഡിൽ കിടന്ന് തിരിഞ്ഞു നോക്കിയ സാറ കാണുന്നത് മഞ്ജിമയുടെ കവിളിൽ ആഞ്ഞടിക്കുന്ന ആദിയെ ആയിരുന്നു. ആദി, ഞാനൊന്ന് പറഞ്ഞോട്ടെ? അവൻ്റെ അടിയിൽ പേടിയും വിറയലും കാരണം മഞ്ജിമ പറയുന്നത് കലി കയറി നിൽക്കുന്ന ആദി കേൾക്കുന്നു പോലുമില്ലായിരുന്നു. അവൻ്റെ അവസാനത്തെ അടിയിൽ മഞ്ജിമ റൂമിൻ്റെ ഒരു മൂലയിലേക്ക് തെറിച്ചു വീണു, കൂടെ ഫോണും. പന്ന പുന്നാര മോളെ, നീ ഇനി ഒന്നും പറയണ്ട. നീ എൻ്റെ പെണ്ണിനെ ഉപദ്രവിക്കും അല്ലേടി പുല്ലേ? കലി അടങ്ങാതെ മഞ്ജിമയുടെ മുടിക്കുത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ആദി വീണ്ടും അടിക്കുന്നത് കണ്ട സാറ പകച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റു. എന്നാൽ അപ്പോഴേക്കും മഞ്ജിമയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു ആദി ദേഷ്യത്തിൽ ഓരോന്നും പറയുന്നുണ്ടായിരുന്നു. അവൻ്റെ ആ പിടിയിൽ ശ്വാസം പോലും കിട്ടാതെ മഞ്ജിമ പിടയുന്നുണ്ടെങ്കിലും അവൻ അവളിലുള്ള പിടി വിടുന്നില്ലായിരുന്നു. കർത്താവേ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അവളെ വിട്, ഇല്ലേൽ അവൾ ഇപ്പോൾ മരിച്ചു പോകും. വിടിച്ചായ. തൻ്റെ വേദന നോക്കാതെ സാറ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ആദ്യം മഞ്ജിമയുടെ കഴുത്തിൽ നിന്നും പിടിവിട്ടു. ശ്വാസം കിട്ടാതെ ചുമച്ചുകൊണ്ട് നിലത്തേക്കിരിക്കാൻ പോയവളെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ടവൻ മുറിക്ക് പുറത്താക്കി ഡോർ വലിച്ചടച്ചു. ഇതേസമയം അവൻ്റെ ആ കലിരൂപം കണ്ട് ആകെ ഭയത്തോടെ നിൽക്കുകയായിരുന്നു സാറ. കുറച്ചുനേരം ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചു നിന്ന ആദി പിന്നീട് കണ്ണുകൾ വലിച്ചു തുറന്ന് സാറയെ നോക്കി. അവൾ അപ്പോഴും പേടിയോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു. നിന്റെ അഭിനയം കൊള്ളാമായിരുന്നു, ഇനി അതിന് നിനക്കുള്ള സമ്മാനം തരണ്ടേ? അവളെ നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞുകൊണ്ടവൻ അവൾക്കരികിൽ വരുന്നത് കണ്ടപ്പോൾ സാറ ഉമിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കി. അപ്പോഴാണ് അവൾക്ക് തൻ്റെ പദ്ധതിയൊക്കെ അവൻ അറിഞ്ഞു എന്ന് മനസ്സിലായത്. അത് ചായ, ഞാൻ പിന്നെ അവൾക്ക് എന്താ പറയേണ്ടത് എന്ന് പോലും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒന്നും ഇനി പറയണ്ട. നിനക്ക് പറയാനുള്ള അവസരമൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ആദ്യം അതും പറഞ്ഞുകൊണ്ട് ഇട്ടിരിക്കുന്ന ഷർട്ട് ഒറ്റയടിക്ക് കഴിച്ച് ദൂരേക്കെറിഞ്ഞ് അവൾക്കരികിലേക്ക് നടന്നു. അപ്പോൾ അവൻ്റെ ആ വാക്കുകളും പ്രവൃത്തിയും ഒക്കെ കൂടി ആയപ്പോൾ സാറ കണ്ണ് തള്ളിക്കൊണ്ട് അവനെ നോക്കി നിന്നു പോയി. എന്നാൽ അപ്പോഴേക്കും അവളെ ഇടുപ്പിൽ കൂടി ചുറ്റി വരിഞ്ഞ് ചേർത്ത് പിടിച്ചുകൊണ്ടവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞിരുന്നു.